നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ 2 വീടുകളിലും പഴയ കാറിലും നടന്ന തീവെപ്പ് സംഭവത്തിന്റെ സൂത്രധാരണ ചുറ്റിപ്പറ്റി നിഗൂഢത തുടരുന്നു. എൽമണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് മുഖ്യപ്രതിയായ യുക്രൈൻകാരൻ. റൊമാൻ ലാവ്റോവിന് തീവെപ്പിനായി പണം നൽകിയതെന്ന് പ്രോസിക്യൂട്ടർമാർ. തീവെപ്പ് നടന്നത് കഴിഞ്ഞ വർഷം മേയിൽ വടക്കൻ ലണ്ടനിൽ 3 സ്ഥലങ്ങളിൽ. അക്രമികൾ ലക്ഷ്യമിട്ടത് സ്റ്റാർമറിന്റെ 2 വീടുകളും മുൻപ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന കാറും. സംഭവത്തിലെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരാത്തതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായി രൂപം കൊണ്ട റിഫോം UK വളരെ പെട്ടെന്ന് വളർച്ച പ്രാപിച്ചു എന്ന് സൂചന. ഏറ്റവും ജനപിന്തുണയുള്ള പാർട്ടിയായി മാറിയ റിഫോം UK നേതാവ് നിക്കൽ ഫരാജിനെതിരെ പാർലമെന്റിന്റെ മാനദണ്ഡ നിയന്ത്രണ സമിതിയിൽ പരാതി. 5 മില്യൺ പൗണ്ട് സംഭാവന വാങ്ങിയെന്ന് ആരോപണം. കൺസർവേറ്റീവ് പാർട്ടി നേതാവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. സംഭാവന നൽകിയത് തായ്ലൻഡിൽ ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ ബിസിനസ്സുകാരനായ ക്രിസ്റ്റഫർ ഹാർബോർ. സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് ഈ സംഭാവന നൽകിയതെന്ന് ഫരാജിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റ്സും. യുദ്ധത്തെ തുടർന്ന് ഇന്ധന വില കുതിച്ചതും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതും മൂലം വലിയ സാമ്പത്തിക ഭാരത്തിൽ UKയിലെ 3 ബില്യൺ കുടുംബങ്ങൾ. ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസ സൂചിക -62 എന്ന് കണക്കുകൾ. അടുത്ത 12 മാസത്തിനുള്ളിൽ UK സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ സർവേയിൽ പുറത്ത്. UKയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ വാഹന നികുതി നിരക്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് സർക്കാർ. വാഹന ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതാണ് നികുതി നിരക്കുകൾ എന്ന് സൂചന. കാർബൺ പുറന്തള്ളൽ 151-നും 170-നും ഗ്രാം പെർ കിലോമീറ്റർ ഉള്ള കാറുകൾക്ക് ആദ്യ വർഷം മാത്രം 1410 പൗണ്ട് വരെ നികുതി അടക്കേണ്ടി വരും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സഹായം തേടി US ലക്ഷ്യമിടുന്നത് കടലിടുക്ക് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ. നീക്കം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിൽ വിവരങ്ങളുടെ കൈമാറ്റം, നയതന്ത്ര മാർഗത്തിലെ ഏകോപനം, ഉപരോധങ്ങൾ നടപ്പാക്കാൻ സഹായം എന്നിവയാകും ഈ സഖ്യം ചെയ്യുകയെന്നും US വിദേശകാര്യ വകുപ്പ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കുന്നുള്ളൂ എന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. 2026-ലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി. ഇത്തവണ പരിഗണനയിലുള്ളത് ആകെ 287 സ്ഥാനാർത്ഥികൾ. പരിഗണനയിലുള്ളതിൽ 197 വ്യക്തികളും 90 സംഘടനകളും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് 2026-ലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള സ്ഥാനാർത്ഥി പട്ടികയിലെന്ന് സൂചന. പുരസ്കാരത്തിന് അർഹനാക്കാൻ സാധ്യതയുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ. വാണിജ്യ പാചകവാതക വിലവർദ്ധനവിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കയറ്റക്കാരൻ മോദി എന്ന് പരിഹസിച്ച് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ തുടർച്ചയായി വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ വിമർശനം എക്സിലെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ. ഇന്ന് വാണിജ്യ സിലിണ്ടറിന് വർദ്ധിച്ചത് 993 രൂപ. ഈ വർഷം ഇതുവരെ വാണിജ്യ സിലിണ്ടറിന് 1518 രൂപ കൂടിയെന്നും ഇനിയുള്ള 8 മാസവും വില കൂടുമെന്നും കോൺഗ്രസ്. കൊൽക്കത്തയിലെ സ്ട്രോങ് റൂം തുറന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ട്രോങ് റൂം സുരക്ഷിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സ്ട്രോങ് റൂം പൂട്ടി സീൽ വെച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ. തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത് കൊൽക്കത്തയിലെ നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂം തുറന്നെന്ന് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമിക്കുകയാണോ എന്ന് പ്രവർത്തകർ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് തുറന്ന പോര്. നേർക്കുനേർ പോര് മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ. സംസ്ഥാനത്ത് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട AICC ഇൻചാർജ് ഗിരീഷ് ചോദാങ്കറിനെതിരെ DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി രംഗത്ത്. ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾക്ക് പുറമെ അമൃത്സർ, ബാംഗ്ലൂരു, ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൌ, മംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി, വാരണാസി എന്നിവിടങ്ങളിൽ നിന്നും ഗൾഫ് മേഖലകളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജ, അലൈൻ, മസ്കറ്റ്, ജിദ്ദ, റിയാദ്, ദമാം, ബഹ്റൈൻ, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ 2 വീടുകളിലും പഴയ കാറിലും നടന്ന തീവയ്പ് സംഭവത്തിന്റെ സൂത്രധാരണ ചുറ്റിപ്പറ്റി നിഗൂഢത തുടരുന്നു.
എൽമണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് മുഖ്യപ്രതിയായ യുക്രൈൻകാരൻ റോമാൻ ലാബ്രിച്ചിനോന് തീവെപ്പിനായി പണം നൽകിയതെന്ന് പ്രോസിക്യൂട്ടർമാർ ലണ്ടനിലെ കോടതിയെ അറിയിച്ചു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ 2 വീടുകളിലും പഴയ കാറിലും നടന്ന തീവെപ്പ് സംഭവത്തിന്റെ സൂത്രധാരനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത തുടരുകയാണ് എന്ന് റിപ്പോർട്ട്. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് മുഖ്യപ്രതിയായ യുക്രൈൻകാരൻ റോമാൻ ലാബ്രിച്ചിനോന് തീവെപ്പിനായി പണം നൽകിയതെന്ന് പ്രോസിക്യൂട്ടർമാർ ലണ്ടനിലെ കോടതിയെ അറിയിച്ചു. മറ്റൊരു പ്രതിയുമായി ടെലിഗ്രാം ആപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറിയതായി തെളിവുകൾ പുറത്തുവന്നു. കഴിഞ്ഞ വർഷം മെയിൽ വടക്കൻ ലണ്ടനിൽ 3 സ്ഥലങ്ങളിലായാണ് തീവെപ്പ് നടന്നത്. സ്റ്റാർമറിന്റെ 2 വീടുകളും മുൻപ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന കാറുമാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. സംഭവത്തിന് പിന്നാമ്പുറത്തെ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരാത്തതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി തുടരുകയാണ്. കഴിഞ്ഞ മെയിൽ പുലർച്ചെ വടക്കൻ ലണ്ടനിലെ കെന്റിഷ് ടൗണിലുള്ള പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അടിയന്തര സേവനങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നു. കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായി രൂപം കൊണ്ട റിഫോം യുകെയുടെ വളർച്ച വളരെ പെട്ടെന്നായി ഏറ്റവും ജനപിന്തുണയുള്ള പാർട്ടിയായി മാറി. എന്നാൽ റിഫോം നേതാവ് നിക്കൽ ഫരാജിനെതിരെ പാർലമെന്റിന്റെ മാനദണ്ഡ നിയന്ത്രണ സമിതിയിലേക്ക് പരാതി എത്തിയിരിക്കുകയാണ്. 5 മില്യൺ പൗണ്ട് സംഭാവന വാങ്ങിച്ചതായാണ് വിവാദം. കൺസർവേറ്റീവ് പാർട്ടി നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായി രൂപം കൊണ്ട റിഫോം യുകെ ഏറ്റവും ജനപിന്തുണയുള്ള പാർട്ടിയായി മാറിയെന്ന് റിപ്പോർട്ട്. റിഫോം നേതാവ് നിക്കൽ ഫരാജിനെതിരെ പാർലമെന്റിന്റെ മാനദണ്ഡ നിയന്ത്രണ സമിതിയിലേക്ക് 5 മില്യൺ പൗണ്ട് സംഭാവന വാങ്ങിയെന്ന വിവാദം കത്തിപ്പടരുകയാണ്. എംപിമാർക്ക് ലഭിക്കുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുപ്പിന് 12 മാസത്തിനുള്ളിൽ ലഭിച്ചതെങ്കിൽ അത് 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കണമെന്നാണ് നിയമം. തായ്ലൻഡിൽ ആസ്ഥാനമുള്ള ക്രിപ്റ്റോ ബിസിനസ്സുകാരനായ ക്രിസ്റ്റഫർ ഹാർബോൺ ആണ് സംഭാവന നൽകിയത്. സംഭാവന ലഭിച്ചതിന് പിന്നാലെ ഫരാജ് എംപിയാകാൻ തീരുമാനിച്ചതും കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കി. എന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് ഈ സംഭാവന നൽകിയതെന്ന് ഫരാജി വ്യക്തമാക്കി. എന്നാൽ സംഭാവനയും തന്റെ രാഷ്ട്രീയ തീരുമാനവും തമ്മിൽ ബന്ധമില്ല എന്ന് റിഫോം യുകെ അറിയിച്ചു. ഇത് വ്യക്തിഗതമായ നിബന്ധനകളില്ലാത്ത സംഭാവനയാണ്. എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് റിഫോം യുകെ പ്രതികരിച്ചു. ഇതിനിടെ ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റ്സും ഫരാജിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. ഈ സംഭാവനയുടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചതും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതും മൂലം മുണ്ട് മുറുക്കിയെടുത്ത യുകെയിലെ 3 മില്യൺ കുടുംബങ്ങൾ. ഇറാൻ US സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നതോടെ സാധനങ്ങളുടെ വിലയും കൂടി. കുടുംബ ബജറ്റ് താളം തെറ്റിയതോടെ സാധാരണക്കാർ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. സാമ്പത്തിക സമ്മർദ്ദം മൂലം ഭക്ഷണം ചില നേരം ഒഴിവാക്കുന്ന സാഹചര്യത്തിലെത്തി കാര്യങ്ങൾ. യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചതും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതും മൂലം വലിയ സാമ്പത്തിക ഭാരത്തിൽ യുകെയിലെ 3 മില്യൺ കുടുംബങ്ങളെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ 10 വരെയുള്ള കാലയളവിലെ വിച്ചു സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസ സൂചിക -62-ലായി. സർവേയിൽ പങ്കെടുത്തവരിൽ 71% പേർ അടുത്ത 12 മാസത്തിനുള്ളിൽ യുകെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന് കരുതുന്നു. വെറും 9% പേർക്ക് മാത്രമാണ് മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണവിലയിൽ 85% ആശങ്കയിലാണ്. ചെലവ് നിയന്ത്രിക്കാൻ പലരും ഭക്ഷണശീലങ്ങൾ മാറ്റി. ചില ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കി. 43% പേർ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ്. പലരും ഓഫറുകളിൽ സാധനം വാങ്ങുന്ന കാഴ്ചയാണ്. 10 കുടുംബങ്ങളിൽ ഒരു കുടുംബം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ 7-ൽ ഒരാൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി പണം ചെലവാക്കാതെ നോക്കുകയാണ്. ഇന്ധനവില ഉയർന്നതോടെ യാത്രകൾ പലരും വെട്ടിക്കുറച്ചു. പലരും ബില്ലുകൾ അടയ്ക്കാനാകാതെ പ്രതിസന്ധിയിലാണ്. ജീവിത ചെലവ് ഉയരുന്നത് കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ്. യുകെയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ വാഹന നികുതി നിരക്കുകൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വാഹന ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതാണ് നികുതി നിരക്കുകൾ. കാർബൺ പുറന്തള്ളൽ 151-നും 170 ഗ്രാം പെർ കിലോമീറ്റർ ഉള്ള കാറുകൾക്ക് ആദ്യ വർഷം മാത്രം 1410 പൗണ്ട് വരെ നികുതി അടക്കേണ്ടി വരുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് സ്ഥിരീകരിച്ചു. മലിനീകരണം കൂടുതലുള്ള വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ വർധനവിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വാദം. യുകെയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ വാഹന നികുതി നിരക്കുകൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വാഹന ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതാണ് നികുതി നിരക്കുകൾ. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വിഭാഗത്തിൽപ്പെടുന്ന ചില ജനപ്രിയ മോഡലുകൾ പോലും ഈ ഉയർന്ന നികുതി നിരക്കിൽ ഉൾപ്പെടുന്നതോടെ സാധാരണ കുടുംബങ്ങൾക്കും പുതിയ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2017 ഏപ്രിൽ 1-ന് ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ കാറുകൾക്കും ആദ്യ വർഷ നികുതി കാർബൺ പുറന്തള്ളലിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. സീറോ എമിഷൻ വാഹനങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കായ 10 പൗണ്ട് മാത്രമാണുള്ളത്. എന്നാൽ ഉയർന്ന മലിനീകരണമുള്ള വാഹനങ്ങൾക്ക് ഇത് 5000 പൗണ്ടിന് മുകളിലേക്ക് ഉയരും. 51 മുതൽ 90 ഗ്രാം പെർ കിലോമീറ്റർ പുറന്തള്ളലുള്ള സാധാരണ പെട്രോൾ ഡീസൽ കാറുകൾ കൂടുതലും 135 പൗണ്ട് മുതൽ 280 പൗണ്ട് വരെ നികുതി നൽകേണ്ടി വരും. എന്നാൽ ആദ്യ വർഷത്തിന് ശേഷം എല്ലാ കാറുകളും ഏകീകൃതമായ 200 പൗണ്ട് എന്ന സ്റ്റാൻഡേർഡ് നിരക്കിലേക്ക് മാറും. ഇതിനു പുറമെ പണപ്പെരുപ്പം പരിഗണിച്ച് ഈ നിരക്കുകൾ വീണ്ടും ഉയരുമെന്ന് സൂചനയുമുണ്ട്. കാർബൺ അളക്കുന്നതിനുള്ള പരിശോധനാ രീതിയിൽ വന്ന മാറ്റവും നികുതി വർധനയ്ക്ക് കാരണമായി
ഗുരുതരമായി മാറിയിട്ടുണ്ട്. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ടെസ്റ്റിംഗ് നടത്തുന്നതിനാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാർബൺ പുറന്തള്ളൽ മുൻകാലത്തേക്കാൾ ഉയർന്നതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി മുൻപ് കുറഞ്ഞ നികുതി ബാൻഡിൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഉയർന്ന നിരക്കിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ 2025 ജനുവരി മുതൽ 2028 ഏപ്രിൽ വരെ കമ്പനിക്കാർ വാങ്ങുന്ന PHEV വാഹനങ്ങൾക്ക് സർക്കാർ താൽക്കാലിക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പുതിയ ടെസ്റ്റിംഗ് മൂലം ഉണ്ടാകുന്ന അധിക നികുതി ഭാരം ഒഴിവാക്കാനും ബെനിഫിറ്റ് ഇൻ കൈൻഡ് നികുതി വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുമാണ് ഈ നടപടി. ചുരുക്കത്തിൽ വാഹന ഉടമകൾക്ക് ദീർഘകാല ചെലവ് കൂടും. യുകെയിലെ മലയാളി വാഹന ഉടമകൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ നികുതി നിരക്കുകൾ. ഇംഗ്ലണ്ടിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവ് മൂലമുള്ള പ്രതിസന്ധി ഗുരുതരമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിരവധി പേരാണ് മരുന്നിന്റെ ലഭ്യതക്കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി അറിയിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവ് മൂലമുള്ള പ്രതിസന്ധി ഗുരുതരമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിരവധി പേരാണ് മരുന്നിന്റെ ലഭ്യതക്കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ വീണ്ടും രോഗം വന്നതായും അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റതായും രോഗികൾ പറഞ്ഞു. ഹൃദ്രോഗം, സ്ട്രോക്ക്, ബൈപോളാർ ഡിസോർഡർ, ADHD തുടങ്ങിയ അസുഖമുള്ളവർക്കും ആവശ്യമായ മരുന്നുകൾ ലഭിക്കാനാകാത്ത അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. മരുന്നുകളുടെ ആഗോള വില വർധനയും യുകെയിലെ ഫണ്ടിംഗ് സംവിധാനത്തിലെ സങ്കീർണതയും പ്രശ്നം വഷളാക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. NHS നിശ്ചയിച്ച നിരക്കിൽ മരുന്നുകൾ നൽകേണ്ട ഫാർമസികൾക്ക് വിപണി വില ഉയർന്നാൽ നഷ്ടത്തിൽ മരുന്ന് വിതരണം ചെയ്യേണ്ടി വരുന്നതും പ്രതിസന്ധിക്ക് കാരണമായി. ഏപ്രിലിൽ 210 മരുന്നുകളാണ് പ്രൈസ് കൺസെഷൻ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതോടെ ഫാർമസികൾ സ്റ്റോക്ക് കുറച്ച് സൂക്ഷിക്കുന്ന പ്രവണത വർദ്ധിക്കുകയും രോഗികൾക്ക് മരുന്ന് കിട്ടാതെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. 2017 മുതൽ ഇംഗ്ലണ്ടിൽ ഏകദേശം 1500 ഹൈസ്ട്രീറ്റ് ഫാർമസികൾ അടഞ്ഞതായാണ് കണക്കുകൾ കാണിക്കുന്നത്. പാർക്കിൻസൺ ബാധിതർ ഉൾപ്പെടെയുള്ള ദീർഘകാല രോഗികൾക്ക് മരുന്നില്ലായ്മ ഭീതിജനകമായി മാറിയിരിക്കുകയാണ്. നിർമ്മാണ ചെലവും ഗതാഗത ചെലവും ഉയർന്നതും യുകെയിൽ മരുന്നുകൾക്ക് കുറഞ്ഞ വില ലഭിക്കുന്നതിനും വിതരണത്തെ ബാധിക്കുന്നുണ്ട്. നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ പ്രതിസന്ധി തുടരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ US അന്താരാഷ്ട്ര സഹായം തേടുന്നു. കടലിടുക്ക് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. സഖ്യത്തിന്റെ ഭാഗമാകാൻ US വിദേശകാര്യ വകുപ്പ് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിലാണ് നീക്കം. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ US രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സഖ്യം അറിയപ്പെടുക മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിലാകും. വിവരങ്ങളുടെ കൈമാറ്റം, നയതന്ത്ര മാർഗത്തിലെ ഏകോപനം, ഉപരോധങ്ങൾ നടപ്പാക്കാൻ സഹായം എന്നിവയാകും ഈ സഖ്യം ചെയ്യുകയെന്നാണ് US വിദേശകാര്യ വകുപ്പ് നൽകുന്ന വിവരം. ഇത്തരമൊരു സഖ്യത്തിൽ അംഗമാകുന്നതിനെ കുറിച്ച് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കൂവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വിശദീകരിക്കുമെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. സമാധാന ചർച്ച വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് USന്റെ ലക്ഷ്യം. ഈ വാർത്ത വന്നതോടെ വ്യാഴാഴ്ച ബ്രൈന്റ് അസംസ്കൃത എണ്ണവില വീപ്പയ്ക്ക് $125 വരെ എത്തി. 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. യുദ്ധം ഔപചാരികമായി അവസാനിപ്പിക്കുകയും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച മാറ്റിവെച്ചാൽ കരാറിലെത്താമെന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച അവസാന നിർദ്ദേശം. ഇതേക്കുറിച്ച് US നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇനി പ്രതികരിക്കേണ്ടത് ഇറാനാണെന്നും മധ്യസ്ഥരായ പാകിസ്ഥാൻ പറഞ്ഞു. 2 മാസമായി തുടരുന്ന സംഘർഷം ഇറാന്റെയും USന്റെയും സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. $2500 കോടി യുദ്ധത്തിനായി US ഇതുവരെ ചെലവാക്കിയത്. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടപടികൾ നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ആരംഭിച്ചു. ആകെ 287 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പരിഗണനയിലുള്ളതെന്ന് കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കി. ഇതിൽ 197 വ്യക്തികളും 90 സംഘടനകളും ഉൾപ്പെടുന്നു. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ 50 വർഷത്തേക്ക് രഹസ്യമാക്കി സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണത്തെ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം നടത്തിയ നയതന്ത്ര ഇടപെടലുകളാണ് അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനാക്കാൻ സാധ്യതയുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2026 തുടക്കത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ രാജ്യങ്ങൾക്കിടയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിലും സുരക്ഷാ സംഭാഷണങ്ങളിലും ട്രംപിന്റെ പങ്കാളിത്തം നിർണായകമായിരുന്നുവെന്നും ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല ചർച്ചകൾ മേഖലയിലെ സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുമെന്നും നാമനിർദ്ദേശം ചെയ്തവർ വിശ്വസിക്കുന്നു. ആഗോളതലത്തിൽ വലിയ ഭൗമരാഷ്ട്രീയ വിള്ളലുകൾ നിലനിൽക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾക്കിടയിലെ ഭിന്നതകളും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയും നൊബേൽ കമ്മിറ്റിക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ആൽഫ്രഡ് നോബലിന്റെ ദർശനങ്ങളോട് നീതി പുലർത്തുന്ന ഒരു ജേതാവിനെ കണ്ടെത്താൻ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിൽ കമ്മിറ്റിക്ക് കഠിനമായി പരിശ്രമിക്കേണ്ടി വരും.
വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ, സർവകലാശാല പ്രൊഫസർമാർ, മുൻ നൊബേൽ ജേതാക്കൾ എന്നിവർക്കാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ അവകാശമുള്ളത്. ഇത്തവണത്തെ പട്ടികയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തന്നെ ദുരിതാശ്വാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 90 സംഘടനകളും ഇടം പിടിച്ചിട്ടുണ്ട്. US ഇറാൻ സംഘർഷം സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കിയെങ്കിലും പാകിസ്ഥാനെ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വഴി നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് നോർവീജിയൻ വിദേശകാര്യ ഉപമന്ത്രി ആൻഡ്രിയാസ് ക്രാവിക് അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ മാസത്തിലാണ് ലോകം കാത്തിരിക്കുന്ന പുരസ്കാര പ്രഖ്യാപനം നടക്കുക. അതിനു മുമ്പ് ഈ വർഷത്തിന്റെ മധ്യത്തോടെ കമ്മിറ്റി ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം പങ്കെടുത്ത വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ അത്താഴ വിരുന്നിലേക്ക് തോക്കുധാരി അതിക്രമിച്ചെത്തുന്നതിന്റെ പുതിയ വീഡിയോ പുറത്തുവന്നു. വെടിവയ്പ്പിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ US പ്രോസിക്യൂട്ടർമാരാണ് സമർപ്പിച്ചത്. ആയുധങ്ങളുമായി എത്തിയ കോൾ തോമസ് വെറും 4 സെക്കൻഡിനുള്ളിലാണ് ഹോട്ടൽ കവാടത്തിൽ നിന്നും സുരക്ഷാ പരിശോധന ഇടനാഴിയിലൂടെ ഓടിപ്പോകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം പങ്കെടുത്ത വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ അത്താഴ വിരുന്നിലേക്ക് തോക്കുധാരി അതിക്രമിച്ചെത്തുന്നതിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ ശരവേഗത്തിൽ നീളമുള്ള തോക്കുമായി ഓടുന്ന തോക്കുധാരിയുടെ നേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് ചൂണ്ടുന്നത് കാണാം. എന്നാൽ അദ്ദേഹം വെടിയുതിർത്തോ എന്ന് വ്യക്തമല്ല. തൊട്ടു പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരും തോക്ക് ചൂണ്ടുന്നുണ്ട്. സുരക്ഷാ ഇടനാഴി കടന്ന് മീറ്ററുകൾ പിന്നിട്ടപ്പോഴേക്കും കോൾ തോമസ് അലനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടുമുണ്ട്. പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. വൈറ്റ് ഹൌസിന്റെ മാധ്യമപ്രവർത്തകർ ഒരുക്കിയ അത്താഴ വിരുന്നാണ് ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നിരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഉദ്യോഗസ്ഥരെയും വധിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റമാണ് കോൾ തോമസ് അലനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ല. അത്താഴ വിരുന്നിന് തലേ ദിവസം അതിഥി എന്ന നിലയിൽ ഹോട്ടലിലെത്തിയ അലൻ സ്ഥലങ്ങൾ പതിയിട്ട് നിരീക്ഷിക്കുന്നത് വീഡിയോയിൽ കാണാമെന്ന് US നീതിന്യായ വകുപ്പ് പറയുന്നു. തോക്കുകളും കത്തികളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. പുറത്ത് വെടിവെച്ച് കേട്ടതോടെ US സീക്രട്ട് സർവീസ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവരെയും അതിവേഗം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. തോക്കുധാരിയെ ഓടിയെത്തുന്നതിന്റെ CCTV ദൃശ്യം സംഭവ ദിവസം തന്നെ പുറത്തുവന്നെങ്കിലും കൂടുതൽ ദൃശ്യങ്ങളും വ്യക്തതയുള്ള വീഡിയോയും ഇപ്പോഴാണ് പുറത്തുവിടുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 129.13 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.9 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.38 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.87 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വാണിജ്യ പാചകവാതക വില വർധനവിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കയറ്റക്കാരൻ മോദി എന്ന് പരിഹസിച്ച കോൺഗ്രസ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി വാണിജ്യ സിലിണ്ടറിനെ വില കൂട്ടി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. എക്സിലെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെയാണ് കോൺഗ്രസിന്റെ വിമർശനം. വാണിജ്യ പാചകവാതക വില വർധനവിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് രംഗത്ത് വന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കയറ്റക്കാരൻ മോദി എന്ന് പരിഹസിച്ചു. വിലക്കയറ്റക്കാരൻ മോദി വീണ്ടും ചാട്ടവാർ വീശി. ഇന്ന് വാണിജ്യ സിലിണ്ടറിന് 993 രൂപ വില വർദ്ധിച്ചു. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ മോദി ഇതുപോലെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പോസ്റ്റ്. ഈ വർഷം ഇതുവരെ വാണിജ്യ സിലിണ്ടറിന് 1518 രൂപ കൂടിയെന്നും ഇനിയുള്ള 8 മാസവും വില കൂടുമെന്നും കോൺഗ്രസ് പറഞ്ഞു. മെയ് 1-ന് 993 രൂപ, ഏപ്രിൽ 1-ന് 218, മാർച്ച് 7-ന് 115 രൂപ, മാർച്ച് 1-ന് 31 രൂപ, ഫെബ്രുവരി 1-ന് 50 രൂപ, ജനുവരി 1-ന് 111 രൂപ, ആകെ 1518 രൂപ. അതേ വെറും 4 മാസത്തിനുള്ളിൽ വാണിജ്യ സിലിണ്ടറിന് 1518 രൂപ കൂടി. ഈ വർഷം അവസാനിക്കാൻ ഇനിയും 8 മാസം ബാക്കിയുണ്ട്. മോദിയുടെ വീണ്ടെടുക്കൽ തുടരുന്നു എന്ന് കോൺഗ്രസ് വിമർശിച്ചു. കൊൽക്കത്തയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ട്രോങ് റൂം സുരക്ഷിതമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സ്ട്രോങ് റൂം പൂട്ടി സീൽ വെച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ്. സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. കൊൽക്കത്തയിലെ നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂം തുറന്നെന്ന് ആരോപിച്ചായിരുന്നു തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത്. നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂം തുറന്നതും കൃത്രിമം നടന്നു എന്നുമാണ് TMC പ്രവർത്തകർ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇല്ലാതെയാണ് സ്ട്രോങ് റൂം തുറന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമിക്കുകയാണെന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തിയിരുന്നു. സ്ട്രോങ് റൂം തുറക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കനത്ത മഴയിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ബംഗാളിൽ BJP ഭരണം പിടിക്കുമെന്നാണ് ഭൂരിപക്ഷ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചത്. മാട്രിക്സ് എക്സിറ്റ് പോൾ സർവേയിൽ BJP 146 മുതൽ 161 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. തൃണമൂൽ കോൺഗ്രസിന് 125 മുതൽ 140 വരെ സീറ്റുകളാണ് മാട്രിക്സ് പ്രവചിച്ചത്. മറ്റുള്ളവർ 6 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്ന് മാട്രിക്സ് പ്രവചിച്ചു. PMRQ എക്സിറ്റ് പോൾ സർവേയും BJP ബംഗാളിൽ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിച്ചത്. BJP 150 മുതൽ 175 വരെ സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് 118 മുതൽ 138 വരെ സീറ്റുകളും നേടുമെന്നാണ് PMRQവിന്റെ പ്രവചനം. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് തുറന്ന പോരി. മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദത്തിലാണ് നേർക്കുപോര്. സംസ്ഥാനത്ത് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട AICC ഇൻചാർജ് ഗിരീഷ് ചോദാങ്കറിനെതിരെ DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി രംഗത്തെത്തി.
ചോദാങ്കർ ഗോവക്കാരനാണെന്നും തമിഴ്നാടിനെയോ തമിഴ് സംസ്കാരത്തെയോ അറിയില്ല എന്നുമാണ് വിമർശനം. ചോദാങ്കർ തമിഴ്നാട് കാണാൻ വന്നയാൾ മാത്രമാണെന്നും തമിഴ്നാടിന്റെ വാച്ച്മാൻ ആകേണ്ടെന്നും RS ഭാരതി പറഞ്ഞു. മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് തുറന്ന പോര്. സംസ്ഥാനത്ത് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട AICC ഇൻചാർജ് ഗിരീഷ് ചോദാങ്കറിനെതിരെ DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി രംഗത്തെത്തി. DMKക്ക് ഒറ്റയ്ക്ക് 160 സീറ്റ് കിട്ടുമെന്ന ആത്മവിശ്വാസവും RS ഭാരതി പ്രകടിപ്പിച്ചു. TVK മുന്നേറ്റം അസാധ്യമാണെന്നും ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം തെറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. പലതവണ ഏജൻസിയുടെ പ്രവചനം തെറ്റിയിട്ടുണ്ടെന്ന് RS ഭാരതി പറഞ്ഞു. കോൺഗ്രസിന് മന്ത്രിസ്ഥാനം വേണമെന്ന് ചോദാങ്കർ പരസ്യമായി ആവശ്യപ്പെട്ടതിൽ DMKക്ക് നേരത്തെ തന്നെ അതൃപ്തിയുണ്ട്. ചോദാങ്കറിനെ നിലയ്ക്ക് നിർത്തണമെന്ന് കനിമൊഴി രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി. തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം DMKക്ക് ലഭിക്കില്ല എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. ഇതോടെ ചോദാങ്കർ മന്ത്രിസ്ഥാന അവകാശവാദവുമായി വീണ്ടും രംഗത്തെത്തി. കോൺഗ്രസിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ മന്ത്രിസഭയിൽ സ്ഥാനം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുക എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാലെയാണ് പൊട്ടിത്തെറിച്ച RS ഭാരതി രംഗത്തെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾക്ക് പുറമെ അമൃത്സർ, ബാംഗ്ലൂരു, ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൌ, മംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി, വാരണാസി എന്നിടങ്ങളിൽ നിന്നും ഗൾഫ് മേഖലകളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദിവസവും 40-ലധികം സർവീസുകളാണ് ഇന്നു മുതൽ പുനരാരംഭിച്ചത്. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജ, അല്ലൈൻ, മസ്കറ്റ്, ജിദ്ദ, റിയാദ്, ദമാം, ബഹ്റിൻ, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. പോത്തുണ്ടി ഡാമിന്റെ ജലനിരപ്പ് ആശങ്കാജനകമായി കുറഞ്ഞു. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും നിലവിൽ വിതരണം നടത്തുന്ന പ്രദേശങ്ങളിലേക്ക് ഈ മാസം മുഴുവൻ ശുദ്ധജലം വിതരണം ചെയ്യാൻ കഴിയുമോ എന്ന കടുത്ത ആശങ്കയിലാണ് അധികൃതർ. പോത്തുണ്ടി ഡാമിന്റെ ജലനിരപ്പ് കുറഞ്ഞതിൽ അതീവ ആശങ്ക. 2ാം വിള കൃഷിക്ക് ജലവിതരണം നടത്തിയ ശേഷം കുടിവെള്ളത്തിന് വേണ്ടി നീക്കിവെച്ചതിൽ വലിയ കുറവ് വന്നത് വിനയായി. ഇടമഴ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് അധികൃതർ. പോത്തുണ്ടി ഡാമിൽ നിന്ന് നെന്മാറ, അയിലൂർ, വേലാർകോട് പഞ്ചായത്തുകളിലേക്ക് മാത്രം വിതരണം നടത്തിവന്ന ശുദ്ധജല വിതരണ പദ്ധതി വ്യാപിച്ചുവെങ്കിലും എലവഞ്ചേരി ഒഴികെ മറ്റ് പഞ്ചായത്തുകളിലേക്കുള്ള വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. പല്ലശന പഞ്ചായത്തിൽ നിർമ്മിച്ച കുടിവെള്ള ടാങ്കിലൂടെ മാർച്ച് 1 വരെ വിതരണം നടത്തിയെങ്കിലും നിർത്തിവെച്ചു. എരിമയൂരിലേക്കും പരിശോധനയ്ക്കായി ജലവിതരണം നടത്തിയിരുന്നെങ്കിലും അതും നിർത്തലാക്കി. അയിലൂർ പഞ്ചായത്തിലേക്കുള്ള വിതരണം 3 ദിവസത്തിലൊരിക്കൽ ആക്കിയിരിക്കുകയാണ്. മുഴുവൻ സമയവും ജലവിതരണം നടത്തിയിരുന്ന നെന്മാറ പഞ്ചായത്തിൽ ടൗൺ ഒഴികെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 355 അടി പരമാവധി സംഭരണ ശേഷിയുള്ള പോത്തുണ്ടി ഡാം മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞിരുന്നു. 2ാം വിള കൃഷിക്ക് തുറന്ന ശേഷം 307 അടിയായിരുന്നു ജലനിരപ്പ്. 315 അടി വെള്ളമെങ്കിലും നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വേനൽ കടുത്തതും തുടർച്ചയായ ഉപയോഗവും കാരണം ജലനിരപ്പ് ഇന്നലെ 305 അടിയിലെത്തി. 2 അടി കൂടി കുറഞ്ഞാൽ ശുദ്ധജല വിതരണ പദ്ധതി അവതാളത്തിലാകും. തൃണമൂൽ കോൺഗ്രസ് വിട്ട PV അൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി കേന്ദ്രീകരിക്കുന്നത് CPM വിമത രാഷ്ട്രീയത്തിലായിരിക്കും. CPM വിട്ട വിമത നേതാക്കളെ ചേർത്ത് നിർത്തി UDF-നോടൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു ഇടത് പാർട്ടി ഉണ്ടാക്കാനാണ് അൻവറിന്റെ തീരുമാനം. CPM വിമത രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കാൻ പോകുന്ന PV അൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് CPM വിട്ട വിവിധ നേതാക്കളെ അൻവർ സന്ദർശിക്കും. പയ്യന്നൂരിലെത്തി V കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പിലെത്തി TK ഗോവിന്ദനെയും കാണും. G സുധാകരനുമായും A സുരേഷുമായും സംസാരിച്ചു. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ PV അൻവറിന് CPM-ൽ വലിയ ആരാധകരുണ്ടായിരുന്നു. ഇടതുപക്ഷവുമായി ഇടഞ്ഞ് ബന്ധം അവസാനിപ്പിച്ചപ്പോഴും നിരവധി ഇടത് പ്രവർത്തകർ അൻവറിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഇടതു രാഷ്ട്രീയത്തെ മുൻനിർത്തി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന CPM മനസ്സുള്ളവരെ തന്നിൽ നിന്ന് അകറ്റിയെന്ന തോന്നൽ അൻവറിനുണ്ട്. അതിനാൽ കൂടിയാണ് വീണ്ടും ഇടതു രാഷ്ട്രീയ പരിസരത്തേക്കുള്ള അൻവറിന്റെ മടക്കം. CMB-യെ പോലെ ഇടതു സ്വഭാവമുള്ള ഒരു പാർട്ടി കെട്ടിപ്പടുക്കാനാണ് അൻവറിന്റെ ശ്രമം. മെയ് 15-ന് പാർട്ടി പ്രഖ്യാപിക്കും. അസംതൃപ്തരായ നിരവധി പേർ CPM-ൽ ഉണ്ട് എന്ന് അൻവർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ പുറത്തു വരും. അസംതൃപ്തരുമായി സംസാരിച്ചു, ഇനിയും സംസാരിക്കും. UDF-മായി ചേർന്ന് പോകുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് ശ്രമിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് 2026-ലെ ഫിഫ ലോകകപ്പിൽ ഇറാന്റെ പങ്കാളിത്തത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകി. ഇറാൻ തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അമേരിക്കൻ മണ്ണിൽ തന്നെ കളിക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇൻഫാന്റിനോയുമായുള്ള തന്റെ സൗഹൃദം വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് നിലപാട് അറിയിച്ചത്.
2026 ഫിഫ ലോകകപ്പിൽ ഇറാന്റെ പങ്കാളിത്തത്തിന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകി. ഇറാൻ തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അമേരിക്കൻ മണ്ണിൽ തന്നെ കളിക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണമുണ്ടായത്. ജിയാനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്, അവർ കളിക്കട്ടെ. ജിയാനി എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു. US മണ്ണിൽ നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾക്ക് പകരം മറ്റ് വേദികൾ വേണമെന്ന് ഇറാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫിഫയുടെ നിലപാടിനോട് ട്രംപ് യോജിച്ചതോടെ ഈ തർക്കങ്ങൾക്ക് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇനി കളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ഇറാനാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഐക്യത്തിന്റെ സന്ദേശവുമായി ഫിഫ രാഷ്ട്രീയമായ ഭിന്നതകൾക്കിടയിലും ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കണമെന്ന നിലപാടാണ് ജിയാനി ഇൻഫാന്റിനോ സ്വീകരിച്ചത്. ഫിഫ കോൺഗ്രസിൽ സംസാരിക്കവേ അദ്ദേഹം ഇറാന്റെ പങ്കാളിത്തം ഉറപ്പിച്ചു പറഞ്ഞു. ഇറാൻ 2026 ലോകകപ്പിൽ പങ്കെടുക്കും, അവർ അമേരിക്കയിൽ തന്നെ കളിക്കും. ലോകത്തെ ഒന്നിപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ 2 വീടുകളിലും പഴയ കാറിലും നടന്ന തീവെപ്പ് സംഭവത്തിന്റെ സൂത്രധാരണ ചുറ്റിപ്പറ്റി നിഗൂഢത തുടരുന്നു. എൽമണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് മുഖ്യപ്രതിയായ യുക്രൈൻകാരൻ. റൊമാൻ ലാവ്റോവിന് തീവെപ്പിനായി പണം നൽകിയതെന്ന് പ്രോസിക്യൂട്ടർമാർ. തീവെപ്പ് നടന്നത് കഴിഞ്ഞ വർഷം മേയിൽ വടക്കൻ ലണ്ടനിൽ 3 സ്ഥലങ്ങളിൽ. അക്രമികൾ ലക്ഷ്യമിട്ടത് സ്റ്റാർമറിന്റെ 2 വീടുകളും മുൻപ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന കാറും. സംഭവത്തിലെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരാത്തതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായി രൂപം കൊണ്ട റിഫോം UK വളരെ പെട്ടെന്ന് വളർച്ച പ്രാപിച്ചു എന്ന് സൂചന. ഏറ്റവും ജനപിന്തുണയുള്ള പാർട്ടിയായി മാറിയ റിഫോം UK നേതാവ് നിക്കൽ ഫരാജിനെതിരെ പാർലമെന്റിന്റെ മാനദണ്ഡ നിയന്ത്രണ സമിതിയിൽ പരാതി. 5 മില്യൺ പൗണ്ട് സംഭാവന വാങ്ങിയെന്ന് ആരോപണം. കൺസർവേറ്റീവ് പാർട്ടി നേതാവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. സംഭാവന നൽകിയത് തായ്ലൻഡിൽ ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ ബിസിനസ്സുകാരനായ ക്രിസ്റ്റഫർ ഹാർബോർ. സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് ഈ സംഭാവന നൽകിയതെന്ന് ഫരാജിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റ്സും. യുദ്ധത്തെ തുടർന്ന് ഇന്ധന വില കുതിച്ചതും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതും മൂലം വലിയ സാമ്പത്തിക ഭാരത്തിൽ UKയിലെ 3 ബില്യൺ കുടുംബങ്ങൾ. ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസ സൂചിക -62 എന്ന് കണക്കുകൾ. അടുത്ത 12 മാസത്തിനുള്ളിൽ UK സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ സർവേയിൽ പുറത്ത്. UKയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ വാഹന നികുതി നിരക്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് സർക്കാർ. വാഹന ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതാണ് നികുതി നിരക്കുകൾ എന്ന് സൂചന. കാർബൺ പുറന്തള്ളൽ 151-നും 170-നും ഗ്രാം പെർ കിലോമീറ്റർ ഉള്ള കാറുകൾക്ക് ആദ്യ വർഷം മാത്രം 1410 പൗണ്ട് വരെ നികുതി അടക്കേണ്ടി വരും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സഹായം തേടി US ലക്ഷ്യമിടുന്നത് കടലിടുക്ക് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ. നീക്കം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിൽ വിവരങ്ങളുടെ കൈമാറ്റം, നയതന്ത്ര മാർഗത്തിലെ ഏകോപനം, ഉപരോധങ്ങൾ നടപ്പാക്കാൻ സഹായം എന്നിവയാകും ഈ സഖ്യം ചെയ്യുകയെന്നും US വിദേശകാര്യ വകുപ്പ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കുന്നുള്ളൂ എന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി. ഇത്തവണ പരിഗണനയിലുള്ളത് ആകെ 287 സ്ഥാനാർത്ഥികൾ. പരിഗണനയിലുള്ളതിൽ 197 വ്യക്തികളും 90 സംഘടനകളും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള സ്ഥാനാർത്ഥി പട്ടികയിലെന്ന് സൂചന. പുരസ്കാരത്തിന് അർഹനാക്കാൻ സാധ്യതയുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ. വാണിജ്യ പാചകവാതക വിലവർദ്ധനവിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കയറ്റക്കാരൻ മോദി എന്ന് പരിഹസിച്ച് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ തുടർച്ചയായി വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ വിമർശനം എക്സിലെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ. ഇന്ന് വാണിജ്യ സിലിണ്ടറിന് വർദ്ധിച്ചത് 993 രൂപ. ഈ വർഷം ഇതുവരെ വാണിജ്യ സിലിണ്ടറിന് 1518 രൂപ കൂടിയെന്നും ഇനിയുള്ള 8 മാസവും വില കൂടുമെന്നും കോൺഗ്രസ്. കൊൽക്കത്തയിലെ സ്ട്രോങ് റൂം തുറന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ട്രോങ് റൂം സുരക്ഷിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സ്ട്രോങ് റൂം പൂട്ടി സീൽ വെച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ. തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത് കൊൽക്കത്തയിലെ നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂം തുറന്നെന്ന് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമിക്കുകയാണോ എന്ന് പ്രവർത്തകർ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് തുറന്ന പോര്. നേർക്കുനേർ പോര് മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ. സംസ്ഥാനത്ത് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട AICC ഇൻചാർജ് ഗിരീഷ് ചോദാങ്കറിനെതിരെ DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി രംഗത്ത്. ഖത്തർ, ബഹ്റിൻ, UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്.
കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾക്ക് പുറമെ അമൃത്സർ, ബംഗളൂരു, ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൌ, മംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി, വാരണാസി എന്നിവിടങ്ങളിൽ നിന്നും ഗൾഫ് മേഖലകളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജ, അലൈൻ, മസ്കറ്റ്, ജിദ്ദ, റിയാദ്, ദമാം, ബഹ്റിൻ, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.